പുറത്താക്കി കഴിയുമ്പോൾ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് കളയാമെങ്കിൽ പോലും പുള്ളി പറയുന്നതിനകത്ത് എവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം, മിഖായൽ സ്റ്റെഹർ അത്ര വല്ല ലെജൻഡറി കോച്ചാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി നേരത്തെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഉന്നയ് തായ് എന്ന് പറയുന്ന തായ് ക്ലബ്ബിലും അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര മികച്ചൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ഇവിടെ പറയേണ്ടതാണ്. പക്ഷേ ഈ പ്ലേയേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ശൈലിയിലൊക്കെ വന്ന പോരായ്മകളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്കോഡ് ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം ഇൻഡിവിജ്വൽ എറേഴ്സ് പരിഹരിക്കുന്ന കാര്യത്തിന് പുള്ളിക്ക് മാത്രമെന്നുള്ള ഉത്തരവാദിത്തം, മറ്റുള്ളവർക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലൂണിയുടെയും ഹെസിസ് ജിമിനസിന്റെയും കാര്യം തന്നെയാണ്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെസിസ് ജിമിനസിന്റെ സൈനിങ് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ, പ്രീ സീസണിന്റെ തുടക്കത്തിൽ നമ്മുടെ അഡ്രിയാൻ ലൂണയ്ക്ക് പരുക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടനെ എന്നാണ് പുള്ളി പറയുന്നത്. ശരിയാണ്, നമുക്ക് ലൂണയെ ഒരു പഴയ ഫോമിലേക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഫോമിന്റെ മിന്നലാട്ടങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ ഒരു ബീസ്റ്റ് മൂഡ് നമുക്ക് അഡ്രിയാൻ ലൂണയിൽ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് അസുഖവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി പൊട്ടിത്തെറിക്കുന്ന ഒരു ലൂണയെ നമുക്ക് കാണാൻ പറ്റിയേനെ എന്നുള്ള സത്യമാണ്. പിന്നെ ഹെസിസ് ജിമിനസിന്റെ കാര്യവും പുള്ളി പറയുന്നുണ്ട്. അതായത് വളരെ ലേറ്റ് ആയിട്ടാണ് ഹെസിസ് ജിമിനസിന്റെ ടീമിലേക്ക് കിട്ടിയത്, സൈനിങ് ഒരുപാട് വൈകി എന്ന് തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പം ഇത് കരോലിസ് കിങ്സിന്റെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയുടെ ഒരു അനന്തരഫലം കൂടിയാണിത്. അതായത് പ്രീ സീസണിൽ നിന്നും താരത്തിനെ കിട്ടാതെ അവസാന നിമിഷമാണ് ആൾ ടീമിലേക്ക് വരുന്നത്. അത് ടീമിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഹെസിസ് ജിമിനസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മോശം എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഹെസിസ് ജിമിനസ് വന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചു, ടീമുമായിട്ട് ജെല്ലപ്പാവാൻ അധികം സമയമൊന്നും എടുത്തില്ല. പക്ഷേ പുള്ളി പറയുന്ന പോലെ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി വികർസ് ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വന്നേനെ. പുള്ളി പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിലും ഹെസിസ് ജിമിനസിന്റെ കാര്യത്തിലും തനിക്ക് കിട്ടിയ അവൈലബിലിറ്റി കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ റിസൾട്ട് നന്നായേനെ എന്ന് പുള്ളി പറയുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിലൊരു വാലിഡ് പോയിന്റ് ഉണ്ട്.